മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണയ്ക്ക് മുന്നോടിയായുള്ള പ്രാരംഭ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് തുടങ്ങുകയാണ്. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ. ഒക്ടോബറിൽ പ്രാരംഭവാദം തുടങ്ങാനിരിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ച രേഖകൾ ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രതിഭാഗം അപേക്ഷ സമർപ്പിച്ചതോടെയാണ് നടപടികൾ ഡിസംബറിലേക്ക് മാറ്റിയത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ഉമേഷ്, പ്രാരംഭ നടപടികൾ, വിചാരണയ്ക്ക് മുമ്പുള്ള പ്രാരംഭ നടപടികളാണ് ഇന്ന് ആരംഭിക്കാനിരിക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ ആകും? അന്ന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഹാരാജാസിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തി 6 വർഷം പൂർത്തിയായ ശേഷമാണ് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് നീങ്ങുന്നത്. കേസിൽ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. വിചാരണയ്ക്ക് മുന്നോടിയായുള്ള പ്രാരംഭ നടപടികളാകും ഇന്ന് കോടതിയിലുണ്ടാവുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇതിൻ്റെ വിചാരണയടക്കം നടക്കാൻ പോകുന്നത്. ഈ കേസിലെ മുഴുവൻ പ്രതികളെയും, അതായത് 16 പ്രതികളാണുള്ളത്, 16 പ്രതികളെയും പല ഘട്ടങ്ങളിലായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് ആദ്യഘട്ട കുറ്റപത്രം ഈ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ 2018 ജൂലൈ 2 പുലർച്ചെയാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇതിലെ പ്രതികളെ ഓരോ ഘട്ടങ്ങളിലായാണ് കൊലപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ പ്രധാന പ്രതിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് 2020 അങ്ങനെ പല ഘട്ടങ്ങളിലായി അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി പഴുതടച്ച കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതിൻ്റെ പ്രാരംഭവാദം തുടങ്ങാനിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടമായത്. കുറ്റപത്രമടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകൾ കാണാതായി എന്ന കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ പുനഃസൃഷ്ടിക്കാൻ കോടതി നിർദ്ദേശം നൽകി. അങ്ങനെ പ്രോസിക്യൂഷൻ കുറ്റപത്രമടക്കം വളരെ പ്രധാനപ്പെട്ട രേഖകൾ പുനഃസൃഷ്ടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലതാമസം എടുത്തത്. പുനഃസൃഷ്ടിച്ച ശേഷം മതി ഇതിൻ്റെ വിചാരണയടക്കമുള്ള നടപടികളിലേക്ക് പോവുക എന്ന് പ്രതിഭാഗവും എല്ലാവരും ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഒക്ടോബറിൽ തുടങ്ങാനിരുന്ന പ്രാരംഭവാദം ഡിസംബറിലേക്ക് മാറ്റിയത്. ഇന്നാണ് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുന്നത്. ഇന്ന് പ്രാഥമിക നടപടി എന്ന് പറയുമ്പോൾ മുഴുവൻ പ്രതികളോടും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിക്കും. അതിനുശേഷം ഈ കുറ്റപത്രത്തിന്മേലൊരു വാദം നടക്കും. അത് പ്രോസിക്യൂഷനും അവർക്ക് പറയാനുള്ളത് പറയും, പ്രതിഭാഗവും പറയും. അതിനുശേഷമാണ് കോടതി ഇവർക്ക് മേലുള്ള കുറ്റം ചുമത്തി വിചാരണ തുടങ്ങുന്ന തീയതി നിശ്ചയിക്കുക. ആ തീയതിയൊക്കെ നിശ്ചയിക്കുന്ന നടപടിയിലേക്ക് ഇന്ന് പോകുമോ എന്നുള്ളത് ഉറപ്പില്ല. എങ്കിലും ഇന്നാണ് അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുന്നത്. അത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വളരെ നിർണായകമായ ഒരു നടപടിയിലേക്ക് പോകുന്നത്. 2018 ജൂലൈ 2 പുലർച്ചെയാണ് ഈ അഭിമന്യു ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ അവർ കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇതിൽ ചില പ്രതികളെ പിടികൂടി. പിന്നീട് പ്രധാന പ്രതിയെ അടക്കം അഭിമന്യെ കുത്തി കൊലപ്പെടുത്തിയത്, പിന്നിൽ നിന്ന് കുത്തിയത് സഹൽ ഹംസ എന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു. അയാളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്താണ് ഈ കുറ്റപത്രം, സമ്പൂർണ്ണ കുറ്റപത്രം അടക്കം സമർപ്പിക്കുകയും ഇപ്പോൾ വിചാരണ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അന്ന, അതെ, അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രാരംഭ നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.